ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോണത് നമ്മുടെ ബിഗ് ബോസിൻ്റെ എക്സ്പെക്റ്റഡ് ലിസ്റ്റ് കേട്ടോ. ആരൊക്കെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ വരും, അത് ഓരോ ആൾക്കാരുടെ എക്സ്പെക്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷനിൽ ആരൊക്കെ അതിൽ വരുന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓരോ ആൾക്കാരുടെ അഭിപ്രായം നമ്മുടെ ഈ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടുണ്ട്. അപ്പോൾ ആ അഭിപ്രായത്തിൽ ആരൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് എന്തായാലും നിങ്ങൾ പറയണം കേട്ടോ. ഫസ്റ്റ് ഇവനെ എനിക്ക് വലിയ പരിചയം പറഞ്ഞ് ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഇവനെ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം സോഫ്റ്റായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണെന്ന് പറയണത്. ഞാൻ പക്ഷെ അങ്ങനെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല, എന്താണെന്നറിയില്ല. നെക്സ്റ്റ് നോക്കാം. നമ്മുടെ ജാസി എന്തായാലും വരുന്ന ഉറപ്പാണ്. ഉണ്ടു സഖി എന്തിനാ ഉറക്കമെന്നോട് എന്തിനാ. കാരണം പറഞ്ഞാൽ ഇത്രയും എത്ര പേര് പരിഹസിച്ചാലും അതൊന്നും മേലേക്ക് ഒരു രോമത്തിൽ കൊള്ളില്ല, എൻ്റെ രോമത്തിൽ കൊള്ളില്ല. അങ്ങനെ വിചാരിച്ച് ചെയ്യുന്ന ആളാണ്. ഫേമസ് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും അറിയും. അപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കാം. എനിക്ക് ഇയാളെ വലിയ പരിചയമില്ല. ശ്രീലക്ഷ്മി ആർക്കൽ ഫെമിനിസ്റ്റ് എന്നാണ് പറയണം. എനിക്ക് വലിയ പരിചയമില്ല, അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പറഞ്ഞാൽ എനിക്ക് ഈ ആളെ ഞാൻ കണ്ടിട്ടില്ല മുമ്പ്, ഏതിലും വെച്ച് കണ്ടിട്ടില്ല, സിനിമയിലോ അതുപോലെ ഏതെങ്കിലും അത്ര എനിക്ക് ഫേമസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സിനിമയല്ല, ഫെമിനിസ്റ്റ് എന്നാണ് പറയണത്. ഞാൻ പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ കണ്ടിട്ടില്ല. എന്താ സിംഗം തീപ്പൊരു സിംഗം രേണു സുധി. എൻ്റെ ദൈവമേ, എങ്ങനെയാണ് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. എങ്ങനെയാണ് വിളിക്കുന്നത് എനിക്കറിയില്ല. ഇനി നമ്മുടെ കോഴിക്കോട്ടിലെ മറ്റാളില്ലേ, എന്താണ്, ദാസേട്ടൻ, ആളുടെ അഭിനയിച്ചത് കൊണ്ടാണോ ഇനി ആർട്ടിസ്റ്റ് എന്ന് വിളിക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല. നാടകത്തിലോ സീരിയലിലോ എനിക്കൊന്നും വലിയ പരിചയമില്ല. പക്ഷേ കുറേ ചാനലുകളിലും അല്ലാതെ വന്നിട്ടുണ്ട്. അയ്യോ, ചിരിയാ വരുന്നത്. അടുത്ത് നോക്കട്ടെ. മസ്താനി ആങ്കറാണ്. ഇവിടെ വരാൻ ചാൻസ് ഉണ്ടോ ചോദിച്ചാൽ, കാരണം ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോഫ്റ്റ് മീൻസ് ഇപ്പോൾ ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സങ്കടം വരുന്ന ക്യാരക്ടർ ആയതുകൊണ്ട് എന്തായാലും ഒരു ബിഗ് ബോസിൽ ഇങ്ങനത്തെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത് നോക്കാം. ഇത് വന്നിട്ട് ഇവനെ നിങ്ങൾക്ക് അറിയാം. ഇവൻ്റെ പേര് വന്നിട്ട് ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ എല്ലാവരും കാണുന്നില്ല, പക്ഷെ എന്നാലും കണ്ടിട്ടില്ല. ഡിഫറെൻ്റ് പ്ലേസ് കുറേ ആൾക്കാർ. നെക്സ്റ്റ് നോക്കാം. അടുത്ത സിംഗം, നമ്മുടെ ഫാമിലി വ്ളോഗർ. ഇത് നമുക്കറിയില്ല, നമ്മുടെ ഫോർച്യൂണർ എടുത്ത ആളുടെ അനിയൻ. ഇവരൊക്കെയാണ് അപ്പോൾ വരാൻ ചാൻസ് ഉള്ളത്. അടുത്ത ഒരാളും കൂടെ വരും. നമ്മുടെ രോഹിത് ഇല്ലേ, അവരുടെ നമ്മുടെ ഗ്രീൻ ഹൗസ്, അതിൽ രോഹിത് വരാനും ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഒരാളെ പറഞ്ഞുതരാം. ബിനീഷ് ബാസ്റ്റിൻ. ആളെ ആക്ടറാണ്, ആളുടെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ആള് കുഴപ്പം
ഇദ്ദേഹത്തിന് എന്തായാലും എടുക്കണം കേട്ടോ. ബാല ഇദ്ദേഹത്തിന് എന്തായാലും നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കണം, എന്നാലാണൊരു ഗെയിമുള്ളൂ. ഞാൻ ഉണ്ണിമുകുന്ദൻ എല്ലാവരും കൂടി ഒരു ബെൽറ്റ് പാറ്റേൺ ചെയ്യാണ്. അപ്പോൾ ആളെന്തായാലും വേണം. ആൾ ഇത്തിരി വൈറലാകാൻ വേണ്ടി എല്ലാ ആഴ്ചയിലും ഒരു വൈറൽ കണ്ടൻ്റായിട്ട് വരും. ഇവള് ശരിയില്ല, അവള് ശരിയില്ല, ആളെന്തായാലും വേണം. ആൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അടുത്ത് നോക്കാം. അരുൺ സ്മോക്കി കുഴപ്പമില്ല. ആൾ കുറച്ച് വണ്ടികളെ കുറിച്ചും ഒക്കെ വീഡിയോ ചെയ്യുന്ന ആളാണ്. ആൾ നെഗറ്റീവ് ഒരു അഭിപ്രായം പറയാനില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ആൾ കുഴപ്പമില്ല. വരുമോയെന്നറിയില്ല. അടുത്ത് മാർക്കറ്റിംഗ് മല്ലു പ്രവീൺ. ഇദ്ദേഹം വരാൻ ചാൻസ് ഇല്ല. ഇയാൾ ചിലപ്പോൾ വരും. മുകേഷ് നായർ, ഇദ്ദേഹം വരാൻ ഒട്ടുമിക്ക ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ള ആൾക്കാർ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരൊക്കെ വരുന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. ബൈ. അപ്പോൾ ഞാൻ സംസാരിക്കണേലോ ഇത് കുറച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാനിങ്ങനെ കൂടുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെയും വീഡിയോസ് ഇടാം. ഓക്കെ, ബൈ. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇപ്പോൾ ക്യാമറ കുറച്ച് ക്വാളിറ്റി ഒന്നുമില്ല, പഴയ ഫോണാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ബൈ.